ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് കോഴിക്കൂട്ടിലുണ്ടാകുന്ന അമോണിയ ഗ്യാസ്. അതെന്താണ് ഈ അമോണിയ ഗ്യാസ് എന്നും അതുകൊണ്ടുണ്ടാകുന്ന എന്തൊക്കെ അസുഖങ്ങളാണ് കോഴികൾക്ക് ഉണ്ടാവുക എന്നും അതെന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് മഴക്കാലത്ത് ഏറ്റവും കൂടുതലുണ്ടാകുന്നൊരു അസുഖമാണ് ഈ കോഴിക്കൂട്ടിൽ ഈ അമോണിയ ഗ്യാസ് ഫോം ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ കോഴി വളർത്തലിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വലിയ പ്രശ്നമാണ് ഈ അമോണിയ ഗ്യാസ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കോഴികളുടെ കാഷ്ടം ഈർപ്പവുമായി ചേർന്നിട്ട് വിഘടിക്കുമ്പോൾ അമോണിയ ഗ്യാസ് രൂപപ്പെടും. ഈ കൂടിനുള്ളിൽ കൂടുതലാകുമ്പോൾ കോഴികളുടെ ആരോഗ്യത്തെയും വളർച്ചയും മുട്ടുൽപ്പാദനവും ഒക്കെ ബാധിക്കൂട്ട. അത് നമ്മളെ കോഴികൾക്ക് മരണം വരെ സംഭവിക്കാവുന്നൊരു സംഭവമാണ് ഈ അമോണിയ ഗ്യാസ് ഉണ്ടാവുന്നത്. അപ്പോൾ അമോണിയ ഗ്യാസ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. കോഴികളുടെ കാഷ്ടത്തിൽ യൂറിക് ആസിഡ് ധാരാളമുണ്ട്. ഇത് ബാക്ടീരിയകളുടെ പ്രവർത്തനങ്ങളിലൂടെ വിഘടിക്കുമ്പോൾ അമോണിയ ഗ്യാസ് ഉണ്ടാവുകയാണ് കേട്ടോ, പുറത്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ അമോണിയ ഗ്യാസ് വർദ്ധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മളെ കൂടിൻ്റെ ഉള്ളിൽ നനയുക, ലിറ്ററൊക്കെ ഉണ്ടെങ്കിൽ നനയുക, അതേപോലെ മഴക്കാലത്ത് അമിതമായിട്ട് ഈർപ്പുണ്ടാവുമല്ലോ നമ്മൾ കോഴിക്കൂട്ടിലൊക്കെ. അതേപോലെ വെള്ളപാത്രങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് വെള്ളപാത്രത്തിനൊക്കെ ചോർച്ചുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂട്ടിലായിട്ട് അങ്ങനെ കൂട് നനയുക. പിന്നെ അതേപോലെ വായുസഞ്ചാരം കുറയുക. അതുപോലെ അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കൂട് മഴ നനയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കൂട്ടിലേക്ക് മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ചുറ്റോറൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വിരിപ്പൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടുമ്പോൾ നമുക്ക് വായുസഞ്ചാരം കുറയും. കോഴികൾ മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കെട്ടുക. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ കോഴിക്കൂട്ടിലേക്ക് വായുസഞ്ചാരം കുറയുമ്പോൾ അമോണിയ ഗ്യാസ് നല്ല ഉണ്ടാകും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വായുസഞ്ചാരം കുറയുമ്പോൾ ഉണ്ടാവും. പിന്നെ കൂടുതൽ കോഴികളെ കൂട്ടിൽ വളർത്തുമ്പോൾ, ഇപ്പോൾ ചെറിയൊരു കൂടാണെങ്കിൽ ആ കൂട്ടിൽ കൂടുതൽ കോഴികളെ വളർത്തണമെന്നെങ്കിൽ തിങ്ങിപ്പാർപ്പിക്കുമ്പോഴും ഉണ്ടാവും. പിന്നെ ഈ ലിറ്ററൊക്കെ വിരിച്ച് ഉണ്ടാക്കണ ചിന്തേരി പൊടി അതേപോലെ ഊമിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലിറ്റർ ദീർഘകാലം പിന്നെ വൃത്തിയാക്കാണ്ടിടുമല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഈ അമോണിയ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും കോഴിക്കൂട്ടിൽ. അപ്പോൾ അമോണിയ എങ്ങനെ ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. കോഴികളുടെ കാഷ്ടത്തിൽ യൂറിക് ആസിഡ് ധാരാളമുണ്ട്. അത് ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് ഈ അമോണിയ ഗ്യാസ്. ഇനി അമോണിയ ഗ്യാസ് നമ്മൾ കൂട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോഴികളിൽ കണ്ണ് ചുവക്കുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണടച്ചിരിക്കുക. നമുക്ക് മഴക്കാലത്ത് ഏറ്റവും വലിയ അസുഖമാണ് കോഴികളുടെ കണ്ണിന് കംപ്ലൈൻറ്റ് വരിക. അത് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരിക നമുക്ക് മഴക്കാലത്താണ്. അത് സംഭവം മഴക്കാലത്ത് വരുന്നത് ഇതുകൊണ്ടാണ്. കണ്ണ് ചുവക്കുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണുകൾ അടച്ചിരിക്കുക, തുമ്മൽ, ശ്വാസം മുട്ടൽ, തീറ്റ കഴിക്കൽ കുറയുക, വളർച്ച മന്ദഗതിയിലാവുക, മുട്ടുൽപ്പാദനം കുറയുക, രോഗപ്രതിരോധ ശേഷി കുറയുക. ഇതൊക്കെ ഈ അമോണിയ കൂട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് സംഭവിക്കും. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ചില കൂടിനുള്ളിൽ കയറുമ്പോൾ തന്നെ കണ്ണ് പൊള്ളണ പോലെ ഭയങ്കര ഒരു ചുട്ടത്തിൽ പോലെ തോന്നുക, മൂക്കിൽ ഭയങ്കര അസഹ്യമായിട്ടൊരു ദുർഗന്ധം. എന്താ വെച്ചാൽ നമുക്ക് കോഴിക്കൂട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര മണം ഉണ്ടാവുക. അതേപോലെ നമുക്ക് കോഴിക്കൂട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്രയും നേരം അവിടെ നിൽക്കുമല്ലോ. അപ്പോൾ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ നനവില്ലാത്ത കോഴിക്കൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കൂട്ടിൽ എത്രയും നേരം നിൽക്കണതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കോഴിക്കൂട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് ഒരു ഭയങ്കര ഒരു പൊള്ളൽ പോലത്തെ ഒരു മണം ഉണ്ടാവുമല്ലോ. അത് അമോണിയ ഗ്യാസിൻ്റെ ലക്ഷണമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ആ ലിറ്ററൊക്കെ മാറ്റിയിട്ട് പുതിയ ലിറ്റർ വിരിച്ചു കൊടുക്കുക. അതേപോലെ നനവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നനവ് മാറ്റുക. ഇനിയിപ്പോൾ പകലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പച്ച നെറ്റോ മറ്റേ നെറ്റുകളൊക്കെ കോഴിക്കൂട്ടിൽ ഇങ്ങനെ ചുറ്റോറും മഴ കൊള്ളണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ നിങ്ങൾ അത് പൊന്തിച്ച് വെച്ച് കൊടുക്കുക. രാത്രിയാണ് സമയത്ത് എന്ത് ചെയ്യുക, ആ വിരിപ്പ് താത്തിയിട്ട് കൊടുത്താൽ മതി. എപ്പോഴും വായുസഞ്ചാരം കൂട്ടിലുണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ ശ്വാസകോശ രോഗങ്ങൾ അമോണിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്വാസകോശ രോഗങ്ങൾ ഭയങ്കരമായിട്ട് വരും കേട്ടോ. അതിൽ പെട്ടെന്ന് ചാവുക. കാരണം വെച്ചാൽ ഇതിങ്ങനെ കോഴികൾ ശ്വസിക്കല്ലേ, അപ്പോൾ അവരെ ശ്വാസകോശത്തിന് കേട് തന്നെയാണ്. പിന്നെ അതേപോലെ വളർച്ച കുറയുക, മരണനിരക്ക് വർദ്ധിക്കുക. വളർന്ന കോഴികളിലാണെങ്കിൽ മുട്ടുൽപ്പാദനം കുറയുക, തീറ്റയുടെ ഉപയോഗക്ഷമത കുറയുക, രോഗങ്ങൾ എളുപ്പത്തിൽ പിന്നെ പിടിപെടുക. ഇതൊക്കെ നമ്മൾ കൂട്ടിൽ അമോണിയ ഉണ്ടെങ്കിൽ പറ്റും. ഒന്നാമത് നമുക്ക് തന്നെ കൂട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനൊക്കെ നിങ്ങൾക്ക് ഈ ഫീഡ് പീസ്റ്റ് കൊടുത്താൽ ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ നമ്മൾ ഈ തീറ്റ പാത്രത്തിൽ നിന്നൊക്കെ വെള്ളപാത്രത്തിൽ നിന്നൊക്കെ വെള്ളം ലീക്ക് ആവുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ വെള്ളം തട്ടിമറിക്കാതിരിക്കാൻ നോക്കുക. ഇനി വല്ല ഇഷ്ടികയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ കോഴികളിങ്ങനെ നമ്മൾ കയറി നിന്ന് ഇതാക്കിയാലും അത് മറിഞ്ഞു പോവില്ല. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. കാരണം പ്രത്യേകിച്ച് മഴക്കാലത്ത് കൂട് നനയാതിരിക്കുക, അതാണ് ഇതിന് ഏറ്റവും വലിയൊരു പിന്നെ സൊല്യൂഷൻ എന്ന് പറയണത്. കൂട് നനയാതിരിക്കുക. അതേപോലെ പുറത്ത് വിടാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ പകലൊക്കെ പുറത്ത് വിടുക. വെള്ളമൊന്നും തീറ്റഞ്ഞ് കൂട്ടിൽ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല, വെള്ളമൊന്നും കൂട്ടിൽ വെച്ച് കൊടുക്കാണ്ടിരിക്കുക. അതേപോലെ മഴ നനയുന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ
നനയാത്ത രീതിയിൽ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധം രക്ഷപ്പെടാം കേട്ടോ. പിന്നെ ഇതിനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലിറ്റർ വരണ്ടതായി സൂക്ഷിക്കുക. എന്താ വെച്ചാൽ ലിറ്ററിൽ വെള്ളം പോവാതിരിക്കുക. ഇപ്പോൾ നമ്മളെ കൂട്ടിൽ ഏത് കൂട്ടിലാണെങ്കിലും ഒന്നില്ലെങ്കിൽ നമ്മൾ ഉമ്മിയിടും, അല്ലെങ്കിൽ നമ്മൾ ചിന്തേരി പൊടി ഇടും. അതൊക്കെ നനയാതെ സൂക്ഷിക്കുക. നനഞ്ഞ ഭാഗങ്ങളുണ്ടെങ്കിൽ ദിവസം നനഞ്ഞ ഭാഗങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെയൊക്കെ ഇതാക്കുക. പിന്നെ അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയ അറക്കപ്പൊടി ഇടുക. പിന്നെ നല്ല വായുസഞ്ചാരം, ജനലും വെന്റിലേഷനൊക്കെ നല്ല മഴ നേരിട്ട് അകത്ത് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നെറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നെറ്റിൽ നമ്മൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ലതും വലിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പകൽ സമയത്ത് അത് കയറ്റി വെച്ച് കൊടുക്കുക. രാത്രി ആവുന്ന സമയത്ത് അത് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇനിയിപ്പോൾ തണുപ്പും കാറ്റൊന്നും അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ആ വിരിപ്പൊന്ന് പിന്നെ നിർത്തിയിട്ട് കൊടുത്താൽ പകലൊക്കെ നിങ്ങൾ വായുസഞ്ചാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് കയറ്റിയിടണം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഈ പാത്രത്തിനൊക്കെ ചോർച്ചുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടിൽ അത് വെള്ളം നന്നായിട്ട് പോകും. അപ്പോൾ തന്നെ അതൊക്കെ നനയും. പിന്നെ ആഴ്ചയിൽ 2-3 തവണയൊക്കെ ഇതിങ്ങനെ ആഴ്ചയിൽ 2-3 തവണ എന്നല്ല ഞാൻ പറയുമ്പോൾ ദിവസം ഈ ലിറ്ററൊക്കെ വിരിച്ചവരാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ ഈ വടി കൊണ്ടോ ഇനി അതും അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇളക്കണ ഒരു സാധനമൊക്കെ ഇപ്പോൾ കിട്ടുമല്ലോ മാർക്കറ്റിൽ, അതൊക്കെ വെച്ചിട്ടൊന്ന് 2-3 തവണ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നനഞ്ഞ ഭാഗങ്ങളിലാണെങ്കിൽ ഈ ചുണ്ണാമ്പിൻ്റെ പൊടി വിതറാട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. കൂട്ടിലെപ്പോഴും ഈ ചുണ്ണാമ്പ് ഇങ്ങനെ വിതറി കൊടുക്കുക. അതെന്താ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഈർപ്പം കുറക്കാനും ദുർഗന്ധം ഒഴിവാക്കാനും സഹായിക്കും. നമ്മൾ ഇപ്പോൾ ഞാൻ കോഴിക്കോട് വൃത്തിയാക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തന്നിരുന്നു. അതിലുണ്ട് ഞാൻ കുമ്മായം ഇങ്ങനെ വിതറണത്. ഇനിയിപ്പോൾ കുമ്മായം വിതറാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോൾ കൂട് വൃത്തിയാക്കിയില്ലെങ്കിലും ആ ലിറ്ററിലും നിങ്ങൾക്ക് കുമ്മായം വിതറാട്ടോ. അതെപ്പോഴും ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. അത് നമ്മളെ വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും. അതേപോലെ പിന്നൊരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കോഴികളെ വളർത്തുക. അപ്പോൾ തന്നെ ഇതിങ്ങനെ സ്ട്രെസ്സ് കൂടിയിട്ടും തിങ്ങി നിറഞ്ഞിട്ടും ഹ്യൂമിഡിറ്റി കൂടിയിട്ടൊക്കെ ആയിട്ടും അമോണിയ നന്നായിട്ട് ഫോം ചെയ്യും. ഇതൊക്കെയാണ് കേട്ടോ അമോണിയ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ. അത് മറികടക്കാനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂട്ടിൽ നന്നായിട്ട് വായുസഞ്ചാരം ഉണ്ടാക്കുക. പിന്നെ നമുക്ക് നാടൻ കോഴികളാണ് ഇച്ചിരി രോഗപ്രതിരോധ ശേഷി കൂടുതലാണെങ്കിലും അമോണിയ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ ഒരു കോഴിയും രക്ഷപ്പെട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് കൂട് വരണ്ടതും വായുസഞ്ചാരമുള്ളതൊക്കെ ആയിട്ട് സൂക്ഷിക്കൽ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ എത്ര പിന്നെ ഇമ്മ്യൂണിറ്റി പവറുള്ള കോഴികളാണ് എൻ്റെ വീട്ടിൽ നാടൻ കോഴികളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അമോണിയയുടെ ബുദ്ധിമുട്ട് വന്നാൽ ശ്വാസകോശമായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരും. കാരണം ഇതിങ്ങനെ ശ്വസിക്കുമ്പോൾ അപ്പോൾ പിന്നെ കണ്ണിൽ ബുദ്ധിമുട്ട് വരിക, അങ്ങനെ ഓരോ അസുഖങ്ങൾ ഇവർക്ക് വരും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കോഴികൾക്ക് കണ്ണ് ചോക്കലും തുമ്മുക, പിന്നെ മുട്ട കുറയുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഇത്. മെയിനായിട്ട് നമുക്ക് കണ്ണാണ് വേഗം മനസ്സിലാവുക. അതേപോലെ ശ്വാസം മുട്ട്. പിന്നെ നമുക്ക് കൂട്ടി ചെല്ലുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എന്തോ ഒരു നമ്മളതിനെ പറയില്ല ഭയങ്കര സ്മെല്ലാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എന്നൊക്കെ. പക്ഷേ പുറത്ത് സ്മെല്ലുള്ളത് നിങ്ങൾ നോക്കണ്ട. കൂട്ടിൻ്റെ ഉള്ളിൽ സ്മെല്ലുണ്ടോ, അതേപോലെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. കഴിയുന്നതും ഞാൻ പറയുമ്പോൾ അങ്ങനെ നനഞ്ഞ ലിറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നന്നായിട്ട് കുമ്മായം വിതറിയിട്ട് പിന്നെ പുതിയ ലിറ്റർ വിരിക്കുക. ഇനി അങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ലിറ്റർ വിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, ഇനി ലിറ്ററൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുമ്മായം അതിൽ വിതറിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഡെയിലി നിങ്ങളൊന്ന് 2-3 ദിവസം അങ്ങനെ നന്നായിട്ട് കുമ്മായിട്ടിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ അതിലെ അണുക്കളും പോവും, ദുർഗന്ധവും പോവും, അതേപോലെ ഈർപ്പം വലിച്ചെടുക്കും ചെയ്യും ഈ കുമ്മായം എന്ന് പറയുന്ന സാധനം. പിന്നെ നമ്മൾ എങ്ങനെയാണ് വെള്ളം വരുന്നത്, പിന്നെ വെള്ളം അടിക്കുന്നുണ്ടോ, ഈ വെള്ളം വരുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ അവിടെ ശരിയാക്കി കൊടുക്കുക. അതേപോലെ പുറത്ത് ഞാൻ പറയുമ്പോൾ എപ്പോഴും പുറത്ത് വെള്ളം വെച്ച് കൊടുക്കുകയാണ് നല്ലത്. തീറ്റ ഇപ്പം ഞാൻ ഡ്രൈ തീറ്റ ഉള്ളിൽ വെച്ച് കൊടുത്താലും വേണ്ടില്ല, കുഴപ്പമില്ല, അതിൽ നനവ് വരില്ലല്ലോ. പുറത്ത് വെള്ളങ്ങൾ വെച്ച് കൊടുക്കുക ഒക്കെ ചെയ്യുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത്. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ. അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അമോണിയയുടെ ബുദ്ധിമുട്ട് നന്നായിട്ട് മാറും. ഇപ്പോൾ എനിക്ക് ഒരുപാട് ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, കണ്ണിന് കേടാണ്, അതേപോലെ ശ്വാസം മുട്ടാണ്, പെട്ടെന്ന് ചാവുകയാണ്. അതേപോലെ ഇപ്പോൾ എൻ്റെ അയൽവാസിയിലുള്ള ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര മണമാണ് കോഴിക്കൂട്. അപ്പോൾ എന്താ കോഴിക്കൂട് നനഞ്ഞിട്ടാണ്. ആ മണത്തിൻ്റെ ദുർഗന്ധത്തിൻ്റെ ഭയങ്കര ഒരു പൊള്ളുന്ന മണം വരുന്നത് തന്നെ അമോണിയ ഇതായിട്ടാണ്. കാരണം ഇവരിൽ യൂറിയ കൂടുതലായ കാരണം കൊണ്ട് യൂറിക് ആസിഡ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെയും വരുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയണതുകൊണ്ട് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞതിൽ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത്. എന്താ വെച്ചാൽ അമോണിയ രൂപപ്പെടുന്നത് പിന്നെ ഇത് വിഘടിക്കുകയാണ്. കാരണം ഈ സംഭവങ്ങൾ കൂടുതലാവുന്ന സമയത്ത് ഇത് ഇങ്ങനെ വിഘടിക്കുമ്പോൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം അമോണിയ ഗ്യാസ് അങ്ങനെ ഉണ്ടാവുകയാണ്. ഈ കാഷ്ടത്തിൽ യൂറിക് ആസിഡ് കൂടുതലാണ്. ഈ കോഴിക്കാഷ്ടത്തിൽ യൂറിക് ആസിഡ് നന്നായിട്ടുണ്ട്. അതാണല്ലോ തെങ്ങിനൊക്കെ ഇടുമ്പോൾ നല്ല വളമാണല്ലോ.
അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ പിന്നെ ഈർപ്പവും ഇതും കൂടി കൂടുമ്പോൾ ഇത് വിഘടിച്ചിട്ട് കൂടുതലായി വരും. അപ്പോൾ എന്താവും, അപ്പോൾ കോഴികൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, കോഴികൾക്കും നിൽക്കാൻ പറ്റില്ല, നമുക്കും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം അവർക്ക് കണ്ണിൽ ചൊറിച്ചിൽ വരിക, കണ്ണീക്കേട് വരിക, അതേപോലെ തന്നെ അവർക്ക് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ ശ്വസിച്ച് കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ ബുദ്ധിമുട്ട് വരിക. പിന്നെ നമുക്ക് തന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് അമോണിയയുടെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. നമുക്ക് മനുഷ്യന്മാർക്ക് തന്നെ കേടാണ്. ഈ പിന്നെ കോഴിക്കാഷ്ടായാലും ആടിൻ്റെ കാഷ്ടായാലും ഒക്കെ ഈ അമോണിയ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ശ്വസിച്ചിട്ട് നമ്മളെ ശരീരത്തിനും നമ്മളെ ശ്വാസകോശത്തിനൊക്കെ ഇത് കേടാണ്. അപ്പോൾ നിങ്ങൾ ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മാറ്റുക. ഈർപ്പം തട്ടാതിരിക്കുക, ഈർപ്പം എന്ന് വെച്ചാൽ മഴ കൊള്ളാതിരിക്കുക, വെള്ളം നനയാതിരിക്കുക, അതൊക്കെയാണ്. അത് എന്നിട്ട് കുമ്മായിട്ടിട്ടൊന്ന് വെതറാൻ നോക്കുക, എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോഴികൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ. അതേപോലെ നമ്മൾ ഫീഡ് പീസ്റ്റ് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇനി കോഴികൾ ലൂസായിട്ട് കാഷ്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ടൈറ്റായിട്ട് വന്നോളും ഫീഡ് പീസ്റ്റ് കൊടുക്കുമ്പോൾ. പിന്നെ അതേപോലെ ഫീഡ് പീസ്റ്റ് കൊടുക്കുമ്പോൾ ദുർഗന്ധം ഉണ്ടാവില്ല. നിങ്ങൾ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കിട്ടാ. ഫീഡ് പീസ്റ്റ് ഏറ്റവും ബെറ്ററാണ്. പിന്നെ മഴ നനയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇതിനുള്ള ഇത്. അപ്പോൾ അമോണിയ ഗ്യാസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ. ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ. താങ്ക് യു.